Hi all, welcome back to RKNX. നോക്കണേ SCRT 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇറക്കിയിട്ടുണ്ട്. ആ 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് സെറ്റ് ABC അകത്തുള്ള എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. സോ സമയം വൈകിക്കാതെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. What happens when the frequency of a sound wave produced near an object is equal to natural frequency of that object? So ഒരു ഒബ്ജക്റ്റിനെ ഒരു വസ്തുവിനെ എടുത്തു, ആ വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിക്ക് തുല്യമായ ഒരു സൗണ്ട് വേവിനെ ഈ വസ്തുവിനടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ the object vibrates. 2 the object reflects the sound wave. 3 the object is in resonance. 4 the object produces a different frequency. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഇവിടെ നോക്കിയാൽ നമുക്ക് പറഞ്ഞു വെക്കാം. ഒബ്ജക്ട് എന്തായാലും വൈബ്രേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ ഈ തന്നിട്ടുള്ള ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? ശരിയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ട്യൂണിംഗ് ഫോർക്കിനെ എടുത്തു. ആ ട്യൂണിംഗ് ഫോർക്കിന് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ട്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഫ്രീക്വൻസി ഉള്ള ആ ട്യൂണിംഗ് ഫോർക്കിനെ ഞാനൊരു ടേബിളിന് മുകളിലേക്ക് കൊണ്ടുവെക്കുകയാണ്. ടേബിളിന് മുകളിലേക്ക് കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഈ ട്യൂണിംഗ് ഫോർക്കിനെ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ഈ ടേബിളിന് മുകളിലേക്ക് കൊണ്ടുവെക്കുന്നത്. സോ ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി എത്രയാണോ ആ ഫ്രീക്വൻസി തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഈ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എത്രയാണോ ആ ഫ്രീക്വൻസി തന്നെയാണ് ഈ ടേബിളിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എങ്കിൽ, അങ്ങനെയെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് എന്തായിരിക്കും? നമുക്ക് പറയാം, ഇവിടെ ഈ ടേബിൾ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. മക്കളെ ശ്രദ്ധിക്കണേ, ഇവിടെ വെറും വൈബ്രേഷൻ മാത്രമാണോ സംഭവിക്കുക? അല്ല, ഈ ടേബിൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ കടന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ കടന്ന് മാക്സിമം ആംപ്ലിറ്റ്യൂഡോട് കൂടി വൈബ്രേറ്റ് ചെയ്യുന്ന ഫിനോമിനനെ നമ്മൾ ഒരു പേര് കൊടുക്കാറുണ്ട്. എന്ത് പേരാ നമ്മൾ വിളിക്കുക? യെസ്, നമ്മൾ റെസൊണൻസ് എന്ന് പേരിട്ട് വിളിച്ചു, അല്ലെങ്കിൽ അനുനാദം എന്ന് വിളിച്ചു. സോ കൊണ്ടുവരുന്ന സൗണ്ട് വേവിന്റെ ആവൃത്തി ഇവിടെയുള്ള ഒബ്ജക്റ്റിന്റെ വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിക്ക് തുല്യമാണെങ്കിൽ അവിടെ റെസൊണൻസ് സംഭവിക്കും, അനുനാദം സംഭവിക്കും. സോ ഏതൊക്കെയാ കറക്റ്റ് ആൻസർ? യെസ്, ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റാ, കാരണം അവിടെ വൈബ്രേഷൻ സംഭവിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കണേ. ദ ഒബ്ജക്ട് റിഫ്ലക്ട്സ് ദ സൗണ്ട് വേവ്. ശരിയാണോ? ഒബ്ജക്ട് സൗണ്ട് വേവിനെ റിഫ്ലക്ട് ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ല. ഇനി തേർഡ് ഓപ്ഷൻ നോക്കണേ. തേർഡ് ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത് എന്താ? ദ ഒബ്ജക്ട് ഈസ് ഇൻ റെസൊണൻസ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ രണ്ടുപേരുടെയും ഫ്രീക്വൻസി സെയിം ആകുന്ന സമയത്ത് അവിടെ അനുനാദം സംഭവിക്കും, അല്ലെങ്കിൽ റെസൊണൻസ് സംഭവിക്കും. തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ദ ഒബ്ജക്ട് പ്രൊഡ്യൂസസ് എ ഡിഫറെന്റ് ഫ്രീക്വൻസി. ഒബ്ജക്ട് ഒരു ഡിഫറെന്റ് ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല. സോ നമുക്ക് പറയാം, ഇവിടെ 1 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 1 ഉം 3 ഉം കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാ? ദാറ്റ് ഈസ് ഓപ്ഷൻ 2. സിമ്പിൾ പരിപാടിയാണ്, എളുപ്പ പരിപാടിയാണ്. ഓക്കെ അല്ലേ? റെഡി ആണേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. മയോപ്പിയ ക്യാൻ ബി കറക്റ്റഡ് വിത്ത് കോൺകേവ് ലെൻസസ്. സോ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു. മയോപ്പിയ എന്ന് പറയുന്ന ഹ്രസ്വദൃഷ്ടി നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ട്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? യെസ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മയോപ്പിയ നമ്മൾ പരിഹരിക്കുന്നത്, മയോപ്പിയ എന്ന് പറഞ്ഞ ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞ പ്രശ്നം നമ്മൾ പരിഹരിക്കുന്നത് കൃത്യമായ പവറുള്ള കോൺകേവ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. സോ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഓക്കെ, റീസൺ ഉണ്ട്. റീസൺ വായിച്ചു നോക്കണേ. കോൺകേവ് ലെൻസസ് ഡൈവേർജ് ലൈറ്റ് റേസ് ആൻഡ് ഫോക്കസ് ഓൺ ദ റെറ്റിന. യെസ്, കോൺകേവ് ലെൻസുകളുടെ പണി എന്താ? കോൺകേവ് ലെൻസുകളുടെ പണി എന്ന് പറയുന്നത് ലൈറ്റ് റേസിനെ ഡൈവേർജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സോ വരുന്ന ലൈറ്റ് റേസിനെ വിവ്രജിപ്പിക്കുക അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് കോൺകേവ് ലെൻസിന്റെ പണി. സോ നമ്മൾ ഈ ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ മയോപ്പിയ എന്ന് പറയുന്ന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു കോൺകേവ് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് റേസ് ഡൈവേർജ് ചെയ്യപ്പെട്ട് ഇമേജസ് കറക്റ്റ് റെറ്റിനയിൽ ഫോളോ ചെയ്യും. സോ തന്നിരിക്കുന്ന റീസണും കറക്റ്റ് ആണ്. ഈ റീസൺ നമ്മളുടെ സ്റ്റേറ്റ്മെന്റിന്റെ എക്സ്പ്ലനേഷൻ കൂടെയാണ്. സോ നമുക്ക് പറയാം, ഇവിടെ സ്റ്റേറ്റ്മെന്റും റീസണും കറക്റ്റ് ആണ് എന്ന് മാത്രമല്ല, റീസൺ എക്സ്പ്ലെയിൻസ് ദ സ്റ്റേറ്റ്മെന്റ്. റീസൺ നമ്മളുടെ സ്റ്റേറ്റ്മെന്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 1. Both the statement and the reason are correct, and reason is the correct explanation of the statement. Clear അല്ലേ? സ്റ്റേറ്റ്മെന്റും റീസണും കറക്റ്റ് ആണെന്ന് മാത്രമല്ല, തന്നിരിക്കുന്ന റീസൺ നമ്മളുടെ സ്റ്റേറ്റ്മെന്റിനെ സാധൂകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു വെക്കാം. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കണേ. ഇവിടെ നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ചെറിയ സമയം കൊണ്ട് തന്നെ റിവൈസ് ചെയ്ത് പഠിച്ചു പോകാൻ വേണ്ടിയാണ്. സോ നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടെ ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണമെന്ന് തോന്നുന്ന ആളുകളാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? റിവൈൻഡ് ചെയ്ത് ഒന്നുകൂടെ കാണാം. ഓക്കെ ആണ്?
അടുത്ത ചോദ്യം, the diagram shows a simple circuit with a resistor connected to a cell. So ഡയഗ്രത്തിനകത്ത് ഒരു റെസിസ്റ്ററിനെ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. യെസ്, റെസിസ്റ്റർ കാണാം. റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് എത്രയാ? റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് 5 ഓം ആണ്, 5 ഓം ആണ്. പിന്നെ നമ്മളോട് കാണാൻ പറ്റുന്നത് എന്താ? യെസ്, നമുക്ക് കാണാം ഇവിടെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒഴുകിക്കൊണ്ടിരിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്. സോ കറണ്ട് 2 ആംപിയർ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം, ഹൗ മച്ച് ഹീറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ ദ റെസിസ്റ്റർ ഇൻ 10 seconds. സോ ഈ റെസിസ്റ്ററിലൂടെ എത്രത്തോളം ഹീറ്റ് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ റെസിസ്റ്ററിൽ എത്രത്തോളം ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്? ഇവിടെ പറഞ്ഞു കറണ്ട് ഫ്ലോ ചെയ്യുന്ന ടൈം തന്നിട്ടുണ്ട്. എത്രയാ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ടൈം? യെസ്, 10 seconds ആണ്. സോ ടൈം ഈസ് ഈക്വൽ ടു 10 seconds. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു ഹീറ്റ് ജനറേറ്റഡ്, എത്രത്തോളം താപം ഉൽപ്പാദിപ്പിക്കപ്പെട്ടു എന്ന് കണ്ടുപിടിക്കണം. എളുപ്പ പരിപാടിയാണ് മക്കളെ. ഹീറ്റ് കാണാൻ 3 ഇക്വേഷൻസ് ഉണ്ട്. H is equal to I square RT, H is equal to V square by R into T, H is equal to VIT. സോ ഈ 3 ഇക്വേഷൻസിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് ഏത് ഇക്വേഷനാണ് എടുക്കാൻ കഴിയുക? നമുക്ക് തന്നിരിക്കുന്നത് ആരൊക്കെയാ? R ഉണ്ട്, I ഉണ്ട്, T ഉണ്ട്. കാരണം ഹീറ്റ്. സോ ഹീറ്റിനെയും കറണ്ടിനെയും റെസിസ്റ്റൻസിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ വേണം. ഹീറ്റിനെയും കറണ്ടിനെയും റെസിസ്റ്റൻസിനെയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ? ഒന്നാമത്തെ ഇക്വേഷൻ ആണ്. സോ ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. H is equal to I square R into T. I എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്. കറണ്ട് എത്രയാ? 2 ആംപിയർ. 2 into സ്ക്വയർ. റെസിസ്റ്റൻസ് തന്നു. റെസിസ്റ്റൻസ് 5 ഓം ആണ്. ടൈം തന്നു 10 seconds ആണ്. 2 square 4 ആണ്. 4 into 5 into 10. 4 into 5 20 ആണ്. 20 into 10 എടുത്തു കഴിഞ്ഞാൽ 200 ജൂൾ ആണ്. ഇവിടെ ഈ റെസിസ്റ്ററിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന താപത്തിന്റെ അളവ് അല്ലെങ്കിൽ ഹീറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? എളുപ്പമല്ലേ? സോ അത്തരത്തിൽ തന്നിരിക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു പറ്റിയ ഇക്വേഷൻ ഇതിൽ ഏതാണെന്ന് നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസറിലേക്ക് എത്താം. എളുപ്പ പരിപാടിയാണ്. ഒരിക്കലും നിങ്ങൾ മാർക്ക് മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ടോപ്പിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ കോളം എ വിത്ത് ബി സ്യൂട്ടബിളി. എയും ബിയും മാച്ച് ചെയ്യാൻ പറയുന്നു. നോക്കണേ മക്കളെ, എ സി ജനറേറ്ററിൽ സ്ലിപ്പ് റിംഗ് ആണോ സ്പ്ലിറ്റ് റിംഗ് ആണോ? ഒരു കാരണവശാലും നിങ്ങൾ മറന്നു പോകരുത്. എ സി ജനറേറ്റർ ആണെങ്കിൽ ആ ജനറേറ്ററിനകത്ത് നമ്മൾ സ്ലിപ്പ് റിംഗ്സ് ആണ് ഉപയോഗിക്കുക. ഇനി ഡി സി ജനറേറ്റർ ആണെങ്കിലോ ഡി സി ജനറേറ്ററിൽ സ്പ്ലിറ്റ് റിംഗ്സ് ആണ് ഉപയോഗിക്കാറ്. അപ്പൊ ഇത് ഓർത്ത് വെക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. എ സി എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്ഷൻ ഓഫ് കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എ സി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നു. മക്കളെ, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ആളല്ലേ സ്ലിപ്പ് ചാവാൻ അല്ലെങ്കിൽ ഊരി വീഴാൻ ചാൻസ് കൂടുതലുള്ളത്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് എ സി ആണ്. സോ എ സി ആണ് സ്ലിപ്പ് ആവാനുള്ള ചാൻസ് കൂടുതൽ എന്ന് ആലോചിച്ചുകൊണ്ട്, എന്ന് ഓർത്ത് വെച്ചുകൊണ്ട്, എന്ന് കോഡ് വെച്ച് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് അവിടെ തലയിൽ ഉറപ്പിച്ചു വെക്കാം. ശരിക്കും സ്ലിപ്പ് ആവുന്നത് കൊണ്ടൊന്നും അല്ല, ഒരു കോഡ് രൂപേണ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. എ സി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ ചേഞ്ച് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ആളാണ് സ്ലിപ്പായിട്ട് വീഴാനുള്ള ചാൻസ് കൂടുതൽ. സോ എ സി ജനറേറ്ററിനകത്താണ് സ്ലിപ്പ് റിംഗ്സ് ഉപയോഗിക്കുന്നത്. ഡി സിക്ക് അകത്തോ സ്പ്ലിറ്റ് റിംഗ്സ് ആണ്. അങ്ങനെ ഓർത്ത് വെക്കാം കേട്ടോ, കോഡായിട്ട് ഓർത്ത് വെക്കാം. ക്ലിയർ അല്ലേ? സെറ്റ് ആണ്. ഇനി നോക്കാം, ഇവിടെ നമുക്കറിയാം ഇവിടെ എ സി ജനറേറ്റർ എന്ന് പറയുന്നത് അപ്പൊ ഏതിനോട് മാച്ച് ചെയ്യണം? യെസ്, എ സി ജനറേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ സ്ലിപ്പ് റിംഗ്സ് ആയിരിക്കും. സോ എ കറസ്പോണ്ട്സ് ടു 4. ക്ലിയർ അല്ലേ? 4. ഇനി ഡി സി ജനറേറ്ററിനകത്ത് ഏതാ വരിക? ഡി സി ജനറേറ്റർ ആണെങ്കിൽ മക്കൾ പറയും അവിടെ സ്പ്ലിറ്റ് റിംഗ്സ് ആണ്. സോ 2 കറസ്പോണ്ട്സ് ടു 3. 2ന് കണക്കായിട്ട് 3 നമുക്ക് മാച്ച് ചെയ്യാം. ഇനി ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാ? മക്കളെ മറക്കരുത്, ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ അത് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. സോ ഒരു കാരണവശാലും മറക്കാൻ പാടില്ല. ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും രണ്ടാമത്തേതാണ്, അത് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. സോ 3 മാച്ചസ് ടു 2. ഇനി നാലാമത്തെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഡിവൈസിനകത്ത് 2 ആർമേച്ചർ ഉണ്ട് എന്ന് നമ്മൾ 2 കോയിൽ ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. അവിടെ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ഉണ്ട്. പ്രൈമറിയിലുള്ള ചേഞ്ച് ഇൻ ഫ്ലക്സ് കൊണ്ട് സെക്കൻഡറിയിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ EMF ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. സോ അവിടെ നടക്കുന്ന ഫിനോമിനൻ ഏതാ? അവിടെ നടക്കുന്ന ഫിനോമിനൻ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. സോ അതും നമ്മൾ മാച്ച് ചെയ്തു. ഇത്ര മാത്രം ആലോചിച്ച് നോക്കുക. എ സി ജനറേറ്റർ ആണെങ്കിൽ സ്ലിപ്പ് ആയിരിക്കും, അതേപോലെ ഡി സി ജനറേറ്റർ ആണെങ്കിൽ സ്പ്ലിറ്റ് ആയിരിക്കും. ലൗഡ് സ്പീക്കറിന്റെ മോട്ടോർ പ്രിൻസിപ്പിളും ഇവിടെ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ന് ഓർത്ത് വെക്കാം. എളുപ്പമല്ലേ? സോ A 1 4 2 3 3 2 4 1 ഏതാ കറക്റ്റ് ആൻസർ വരിക? യെസ്, ഇറ്റ് വിൽ ബി ഓപ്ഷൻ 2. ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? റെഡി ആണ്. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ. വാട്ട് ഈസ് ദ വോൾട്ടേജ് അറ്റ് വിച്ച് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഇൻ പവർ സ്റ്റേഷൻസ് ഇൻ അവർ കൺട്രി? നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പവർ സ്റ്റേഷനുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര വോൾട്ടിലാണ്? എത്ര വോൾട്ടിലാ? നമുക്ക് അറിയുന്ന കാര്യമാണ്. എത്രയാ? 11 kV. 11 kV ആണ് നമ്മുടെ നാടുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എന്ന് ഓർത്ത് വെക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്? എന്താ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് പറയുന്നത്? ഒരു കണ്ടക്ടറിന്
കണ്ടക്ടറിനെ എടുത്തു. ആ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ ആ കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഇതാണ് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു കണ്ടക്ടറിനെ എടുത്ത് ആ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് പറയാം എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഹാസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് ഇറ്റ്. കറണ്ടിനെ പാസ് ചെയ്യുന്ന ഒരു കണ്ടക്ടർ ആണോ അയാൾക്ക് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. സോ നിങ്ങൾക്ക് ഡെഫിനിഷൻ ആയിട്ട് എഴുതാം എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഹാസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് ഇറ്റ് ആൻഡ് ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ്, അല്ലെങ്കിൽ ഈ ഫിനോമിനെയാണ് നമ്മൾ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് സിംപ്ലി, അല്ലെങ്കിൽ ഈ എഫക്റ്റിനെയാണ് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ ആണോ? സിമ്പിൾ ആണ്. അടുത്ത ചോദ്യം നോക്കണേ. എ സ്റ്റേറ്റ്മെന്റ് ഓഫ് അസേർഷൻ എ ഈസ് ഫോളോഡ് ബൈ എ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെന്റ് ഓഫ് റീസൺ ആർ. സോ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഈ തരത്തിലുള്ള ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ അസേർഷൻ തന്നിട്ടുള്ളത് എന്താ? സം പീപ്പിൾ ക്യാൻ സീ ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് ക്ലിയർലി ബട്ട് ദേ കനോട്ട് സീ നിയർ ഒബ്ജക്ട്സ് ക്ലിയർലി. യെസ്, ചില ആളുകൾക്ക് ഡിസ്റ്റന്റ് ഒബ്ജക്ട്സിനെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും, അതായത് ദൂരെയുള്ള ഒബ്ജക്ട്സിനെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. പക്ഷേ ദേ കനോട്ട് സീ നിയർ ഒബ്ജക്ട്സ് ക്ലിയർലി, അവർക്ക് അടുത്തുള്ള ഒബ്ജക്ട്സിനെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയില്ല. മക്കളെ, അവർക്ക് പറ്റുന്നത് എന്താ? അവർക്ക് പറ്റുന്ന കാര്യം ദൂരെയുള്ള ആളെ കാണുക എന്നുള്ളതാണ്. അടുത്തുള്ളത് പറ്റില്ല. അപ്പൊ അവർക്ക് പറ്റുന്ന കാര്യം വെച്ചാണ് അവരുടെ പേരിടുക. അവർക്ക് പറ്റുന്നത് ദൂരെയുള്ളതാണ്, ലോങ്ങിലുള്ളതെയാണ്. സോ നമുക്ക് അവരുടെ ആ കണ്ണിന്റെ പ്രശ്നത്തിന് പേര് കൊടുക്കാം. ദൂരെയുള്ളത് പറ്റുന്നത് കൊണ്ട് ലോങ് 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 സൈറ്റഡ്നെസ്. എന്താ പേര് കൊടുത്തേ? ലോങ് സൈറ്റഡ്നെസ് എന്ന് പേര് കൊടുത്തു. അതിന് മറ്റൊരു പേരുണ്ട്. എന്താ പേര്? ഹൈപ്പർമെട്രോപ്പിയ. ഹൈപ്പർമെട്രോപ്പിയ. ക്ലിയർ അല്ലേ? സോ ദൂരെയുള്ള ഒബ്ജക്റ്റുകളെ കാണാൻ പറ്റുകയും അടുത്തുള്ളതിനെ കാണാൻ പറ്റാത്തതുമായ കണ്ണിന്റെ ആ ഡിഫക്റ്റിനെ നമ്മൾ പേര് കൊടുത്ത് വിളിച്ചു ഹൈപ്പർമെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ്. സിമ്പിൾ ആണ്. ഇനി റീസൺ നോക്കണേ. ഇതിന്റെ റീസൺ, അതായത് ലോങ് സൈറ്റഡ്നെസിനെ പറ്റിയാണ് അസേർഷനിൽ പറഞ്ഞത്. റീസണിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. റീസണിൽ പറഞ്ഞു വെക്കുന്നു, the eyeball of such persons is too long with respect to power of eye lens. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ. മക്കളെ, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ. എന്താ അങ്ങനെ തെറ്റാന്ന് പറയാൻ കാരണം? ഈ ലോങ് സൈറ്റഡ്നെസ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ കാരണം എന്താ? അവർക്ക് ഈ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം എന്താ? ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്ന ആ ഐ ഡിഫക്റ്റ് ഉണ്ടാവാനുള്ള കാരണം എന്താ മക്കളെ? രണ്ട് കാരണങ്ങളാണ്. നിർബന്ധമായിട്ടും പഠിച്ചു പോകണം. ഒന്ന്, കണ്ണിന്റെ പവർ കുറയുന്നതാ, കണ്ണിനകത്തുള്ള ലെൻസിന്റെ പവർ കുറയുന്നതാ. സോ പവർ ഓഫ് ലെൻസ് കുറയുന്നത് കൊണ്ടാണ്. റീസൺ ആണേ നമ്മൾ പഠിക്കുന്നത് ലോങ് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ദീർഘദൃഷ്ടി എന്ന് പറയുന്ന ആ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്, റീസൺസ് ആണ് പഠിക്കുന്നത്. ഒന്നാമത്തെ റീസൺസ്, കണ്ണിന്റെ ലെൻസിന്റെ പവർ കുറയുന്നത് കൊണ്ട് ദ പവർ ഓഫ് ഐ ലെൻസ് ഡിക്രീസസ്. അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ കാരണം എന്താണെന്നറിയോ? ഐബോളിന്റെ ലെങ്ത് കുറയുന്നതാ, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ഐബോൾ കുറയുന്നത് കൊണ്ടാണ്. ലെങ്ത് ഓഫ് ഐബോള്, കണ്ണിന്റെ ഐബോളിന്റെ ലെങ്ത് കുറയുന്നത് കൊണ്ടാണ്. സോ ഓർത്ത് വെക്കാം. എങ്ങനെയാ ഓർത്ത് വെക്കുക മക്കളെ? പേരിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കാം. ലോങ് സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ ദൂരെയുള്ളത് കാണാൻ പറ്റും, അടുത്തുള്ളത് കാണാൻ പറ്റില്ല. പേരിൽ തന്നെ ലോങ് ഉള്ളത് കൊണ്ട് കാരണങ്ങൾ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. കാരണങ്ങൾ ലോങ് ഓപ്പോസിറ്റ് എന്താ നോക്കണേ? പേരിൽ ലോങ് ആണുള്ളത്. അപ്പൊ എന്താ ഈ പ്രശ്നം ഉണ്ടാവാനുള്ള കാരണങ്ങളും ചോദിച്ചാൽ ഈ ലോങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ എടുക്കുക. ലോങ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ഐബോൾ ആയിരിക്കും, അല്ലെങ്കിൽ ഐബോളിന്റെ ലെങ്ത് കുറവായിരിക്കും, അല്ലെങ്കിൽ പവർ കുറവായിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സോ ഓർത്ത് വെക്കാം, സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാം. ഇനി നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി. ഞാനിപ്പോ പറയാണ്, മയോപ്പിയ എന്ന് പറയുന്ന പ്രശ്നമുള്ള ആളുകളുമുണ്ട്, അതുപോലെ തന്നെ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്ന പ്രശ്നമുള്ള ആളുകളുമുണ്ട് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. മക്കളെ, മയോപ്പിയയുടെ വേറൊരു പേരെന്താ? മയോപ്പിയയുടെ വേറൊരു പേരാണ് ഷോർട്ട് സൈറ്റഡ്നെസ്. ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് നമ്മൾ വിളിക്കും. ഇനി ഈ ഹൈപ്പർമെട്രോപ്പിയക്ക് പേരുണ്ടോ? യെസ്, ഹൈപ്പർമെട്രോപ്പിയയുടെ വേറൊരു പേരാണ് ലോങ് സൈറ്റഡ്നെസ്. ലോങ് സൈറ്റഡ്നെസ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? മയോപ്പിയയിൽ ഇമേജ് ഉണ്ടാകുന്നത് എവിടെയാണെന്നറിയോ? മയോപ്പിയയിൽ ഇമേജ് ഉണ്ടാകുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് റെറ്റിനയിലാണ്. എന്താ? ഇമേജ് ഫോർമേഷൻ അല്ലെങ്കിൽ ഇമേജ് ഈസ് ഫോംഡ്. എവിടെയാ മക്കളെ ഇമേജ് ഉണ്ടാവുന്നത്? ഇമേജ് ഈസ് ഫോംഡ് ഇൻ ഫ്രണ്ട് ഓഫ് റെറ്റിന. റെറ്റിനയുടെ മുന്നിലാണ്, ഇൻ ഫ്രണ്ട് ഓഫ് റെറ്റിന. ഇത് ഉണ്ടാകാനുള്ള റീസൺസ്, കാരണങ്ങൾ എന്തൊക്കെയാ? ഒന്ന് പവർ ഓഫ് ഐ ലെൻസ് കൂടുന്നത് കൊണ്ട്. പവർ ഓഫ് ഐ ലെൻസ്, കണ്ണിന്റെ ലെൻസിന്റെ പവർ കൂടുന്നതാണ് ഒന്നാമത്തെ കാരണം. രണ്ട്, കണ്ണിന്റെ ഐബോളിന്റെ ലെങ്ത് കൂടുന്നത്, ലെങ്ത് ഓഫ് ഐബോൾ കൂടുന്നത് കൊണ്ട്. ലെങ്ത് ഓഫ് ഐബോളിന്റെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് രണ്ടാമത്തെ കാരണം. ഇനി ഇത് പരിഹരിക്കാൻ പറ്റുമോ? യെസ്, ഈ പ്രശ്നം പരിഹരിക്കാം. എങ്ങനെയാ പരിഹരിക്കുക? ബൈ യൂസിങ് സ്യൂട്ടബിൾ പവേർഡ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം.
ബൈ യൂസിങ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ എന്ന് വിളിക്കും. പരിഹാരത്തിന് ഈ സൊല്യൂഷൻ എന്താ വിളിക്കുക? റെക്ടിഫിക്കേഷൻ എന്നാ. പരിഹാരം എങ്ങനെയാ പരിഹരിക്കുക? കോൺകേവ് ലെൻസ് ഉപയോഗിക്കുക. ഇനി പ്രശ്നം ഉണ്ടാവാനുള്ള റീസൺസ്, കാരണങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, നമ്മളുടെ കണ്ണിന്റെ പവർ കൂടി പോകുന്നതാണ്, അല്ലെങ്കിൽ നമ്മളുടെ കണ്ണിന്റെ ഐബോളിന്റെ ലെങ്ത് കൂടി പോകുന്നതാണെന്ന് ഓർത്ത് വെക്കാം. സിമ്പിൾ അല്ലേ? ഇനി ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുമ്പോൾ ഇമേജ് എവിടെയാണ് ഉണ്ടാവുക? യെസ്, മയോപ്പിയൽ ഇമേജ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിനിയ. അപ്പോ ഹൈപ്പർമെട്രോപ്പിയൽ ഇമേജ് എവിടെയാണ് ഉണ്ടാവുക? റെറ്റിനയുടെയും പുറകില്. സോ നമുക്ക് പറയാം ഇവിടെ ഇമേജ് ഈസ് ഫോംഡ് ബിഹൈൻഡ് റെറ്റിന. ഇമേജ് എവിടെ ഉണ്ടാകും? ഇമേജ് ഈസ് ഫോംഡ്, ഇമേജ് ഫോം ചെയ്യുന്നത് ബിഹൈൻഡ് റെറ്റിന. റെറ്റിനയുടെയും പുറകിലാണ് ഇമേജ് ഉണ്ടാവുന്നത്. അപ്പൊ റീസൺസ് പറഞ്ഞു വെച്ചൂടെ? യെസ്, കാരണങ്ങൾ പറഞ്ഞു വെച്ചൂടെ? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാ മക്കളെ ഇവിടെ ഹൈപ്പർമെട്രോപ്പിയ ഉണ്ടാവുന്നത്? യെസ്, ഹൈപ്പർമെട്രോപ്പിയ ഉണ്ടാവാനുള്ള ഒന്നാമത്തെ കാരണമായിട്ട് നമുക്ക് പറയാം, എന്താ പറയാ? കണ്ണിന്റെ പവർ കുറയുന്നത് കൊണ്ടാ. യെസ്, പവർ ഓഫ് ഐലൻസ്, ഐലൻസിന്റെ പവർ കുറയുന്നത് കൊണ്ടാണ്. ഐലൻസിന്റെ പവർ കുറഞ്ഞു പോകുന്നത് കൊണ്ടാ. രണ്ടാമതായിട്ടുള്ള റീസൺ ഓർത്ത് വെക്കണേ, നമ്മളുടെ ഐബോളിന്റെ ലെങ്ത് കുറഞ്ഞു പോകുന്നത് കൊണ്ട്. ലെങ്ത് ഓഫ് ഐബോൾ, ഐബോളിന്റെ ലെങ്ത് ഓഫ് ഐബോള് കുറയുന്നത് കൊണ്ടാണ്. അപ്പൊ ഇത് പരിഹരിക്കാൻ പറ്റൂലേ? പരിഹരിക്കാൻ പറ്റും. പരിഹരിക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നങ്ങളാ മക്കളെ ഉള്ളത്? ഒരു പ്രശ്നവും ഇല്ല. പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. സോ ഇത് പരിഹരിക്കാൻ വേണ്ടി, ഇത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതൊരു ലെൻസ് ഉപയോഗിക്കും? ബൈ യൂസിങ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കണം. അങ്ങനെ തോന്നിയ കോൺവെക്സ് ലെൻസ് ഒന്നും ഉപയോഗിച്ചാൽ പോരാ. വിത്ത് സ്യൂട്ടബിൾ പവർ, കൃത്യമായിട്ടുള്ള പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞു, ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ലോങ് സൈറ്റഡ്നെസ് ആണ്, അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ. ഈ ഹൈപ്പർമെട്രോപ്പിയയിൽ എന്താ പ്രത്യേകത? ഹൈപ്പർമെട്രോപ്പിയയിൽ ലെൻസിന്റെ പവർ കുറവായിരിക്കും, ലെങ്ത് ഓഫ് ഐബോളും കുറവായിരിക്കും. അപ്പൊ നോക്കണേ, ഇവിടെ പറഞ്ഞു, എന്താ പറഞ്ഞത്? ദ ഐബോൾ ഓഫ് സച്ച് പേഴ്സൺ ഈസ് ടൂ ലോങ്. ശരിയാണോ? അല്ല, ഷോർട്ട് ആയിരിക്കണം. ഐബോൾ ഷോർട്ട് ആയിരിക്കണം. സോ രണ്ടാമത് തന്നിരിക്കുന്ന റീസൺ തെറ്റാണ് മക്കളെ. റീസൺ തെറ്റാണ്. സോ റീസൺ തെറ്റാണ് എന്ന് റെപ്രസെന്റ് ചെയ്തു. റീസൺ ഈസ് റോങ്. റീസൺ റോങ് ആണ്, തെറ്റാണ്. ഓ മൈ ഗോഡ്, ഇറ്റ് ഈസ് എ റോങ് റീസൺ. റീസൺ തെറ്റാണ്. അതേപോലെ അസേർഷൻ കറക്റ്റാ. അസേർഷൻ കറക്റ്റും റീസൺ തെറ്റും. സോ നമുക്ക് പറയാം ബോത്ത് അല്ല, അസേർഷൻ ഈസ് കറക്റ്റ് ആൻഡ് റീസൺ ഈസ് നോട്ട് കറക്റ്റ്. ഏതാ ഓപ്ഷൻ വരിക? അസേർഷൻ കറക്റ്റും റീസൺ കറക്റ്റ് അല്ല എന്നും പറയുന്ന ഓപ്ഷൻ, ഇറ്റ് ഈസ് ഓപ്ഷൻ 3. സിമ്പിൾ അല്ലേ? എളുപ്പല്ലേ? റെഡിയാണേ?